കുടിച്ചോട്ടോ. മണിക്കുട്ടി നിക്കവിടെ. മണിക്കുട്ടി ഓടല്ലേ, നിക്ക്. മണിക്കുട്ടി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാൻ പാടില്ല. പുലി ഇറങ്ങണ കാടായത്. ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. കുറച്ചു ദൂരേന്ന് മുരുകനെ ഒന്ന് കാണാൻ വന്നതാ. എന്തു പറ്റി? അവിടെയും പുലി ഇറങ്ങിയോ? നരഭോജി. എനിക്കുണ്ടായിരുന്നതെല്ലാം ആ പുലി കൊണ്ടുപോയി. മുരുകനെ കണ്ടേ പറ്റൂ. എന്റെ പേരക്കുട്ടിയാ, അത് മാവന് കൊടുക്കും മോളെ. മുത്തുമണി, ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട, കുടില് പോയിരുന്നോ. ഈ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയും 2 കൊല്ലം മുമ്പ് വരയമ്പുലി കൊണ്ടുപോയതാ. സൂര്യൻ ഉദിക്കും മുമ്പേ ആ വരയമ്പുലിയെ മുരുകൻ വേലെറിഞ്ഞു വീഴ്ത്തി. ഒരുപാട് കേട്ടിട്ടുണ്ട് പുലിയൂരിലെ പുലിവേട്ടക്കാരൻ പുലിമുരുകനെ കുറിച്ച്. കേട്ടറിവ് സത്യമാണെങ്കിൽ എന്നെ സഹായിക്കാൻ മുരുകനെ കഴിയൂ. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. കംസന് കൃഷ്ണനെ പോലെ, രാവണന് ശ്രീരാമനെ പോലെ നരഭോജികളായ വരയമ്പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവനാണ് മുരുകൻ. മുരുക, മുരുക, കാട്ടിക്കറി കള്ളപ്പെട്ട് കിടന്നോടാ. മുരുക ഓട്. അവിടെ അവിടെ
ഓടടാ മക്കളെ, തിരിഞ്ഞു നോക്കാതെ ഓട്. മുരുക, ഒന്ന് എണീറ്റ് വാടാ. കൊല്ലണം, പുലിയെ കൊല്ലണം. വലിച്ചു കെട്ടിക്കോ. എന്താ മക്കളെ, എന്താ ഇവിടെ? അച്ഛനെ കൊണ്ടുപോയ വരയമ്പുലിയെ മുരുകന് കൊല്ലണം. കെണി വെച്ചിട്ടുണ്ട്. ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. അതിന് അവിടെ പുലിയുടെ മടയില് പോയി കൊല്ലണം. അതാ കാടിന്റെ നിയമം. മുരുകാ മുരുകാ പുലി മുരുകാ, ഇനി അമ്പലമുയരണം പേർ മുരുകാ. ഓടിനിറങ്ങിയ പോരഴകാ, മിഴിചെങ്കനലാവണം പുലി മുരുകാ. വളർന്നു വലുതായപ്പോ പുലിയൂരിന്റെ സംരക്ഷകനായി പുലിമുരുകൻ. പക്ഷേ മുരുകൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഈ ഊര് മുഴുവൻ കാത്തിരിക്കുന്നത് അവന് വേണ്ടിയാ. മുരുകൻ എങ്ങോട്ടാ പോയത്? അതൊരു വലിയ കഥയാ. കുറച്ചു നാൾ മുമ്പ്
മുരുകന്റെ അനിയൻ മണിക്കുട്ടന്റെ ചില കൂട്ടുകാര് ചുരം കയറി ഈ പുലിയൂർക്ക് വന്നു. ഇനി എത്ര ദൂരം കൂടി പോകാനുണ്ട് ചേട്ടാ? ഒരു 10-20 മൈലൂടെ പോയാൽ മതി. കാട്ടാനിയാ. കാട്ടാനുണ്ടാ? ഒരു 7 മൈലൂടെ ആനയുടെ ശല്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ആനയെ പേടിക്കണ്ട. പിന്നെ അങ്ങോട്ട് പുലി മാത്രമേ ഉള്ളൂ, വരയൻ പുലി. അതിന്റെ മുന്നിൽപ്പെട്ട പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അതെന്താ? കൊല്ലുന്ന ഉറപ്പല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? താനൊന്നും മിണ്ടാതിരുന്ന വണ്ടി ഓടിച്ച് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ. ഇന്ന് തണുപ്പിച്ചിട്ട് കൂടുതലാ. വാ, ഇതാ മുറി. സാറന്മാർക്ക് രാത്രിയിൽ കഴിക്കാൻ എന്തൊക്കെ വേണ്ടേ? എന്തൊക്കെയാ ഉള്ള ചേട്ടാ? ഉണക്കമീൻ ചമ്മന്തി, ചൂട് കഞ്ഞിയുണ്ട്. ബാത്റൂം ഏതാ? തോണ്ടേ അതാ. അവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഈ പാമ്പിന്റെ ശല്യം ഉണ്ട്. ഏയ്, ആ ഷീറ്റ് ഒന്ന് കുടഞ്ഞു പിരിച്ചാൽ മതി കിടക്കുന്നതിന് മുമ്പ്. ഇന്നലെ 2 അണലിക്കുഞ്ഞുണ്ടായിരുന്നു. അയ്യോ, ഇവിടെയോ? ആ, ഓ, അതാ പൂങ്കായി ശശിയായിരിക്കും. പ്രേതങ്ങൾക്കിടയിൽ ശശിയാ? പ്രേതമൊന്നുമല്ല, അതൊരു ഞരമ്പ് രോഗിയാ. ഒളിഞ്ഞു നോട്ടമാണ് അവന്റെ പ്രധാന ജോലി. അനാവശ്യം പറയരുത്. അയ്യോ, ഞാൻ കരുതി വല്ല ലേഡീസും ആയിരിക്കും. സ്ത്രീജനങ്ങൾ ആരും കൂടെ ഇല്ലേ? ഇല്ല. വളരെ മോശമായി പോയി. പിന്നെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ മറന്നുപോയി. ഞാൻ ശശി, പൂങ്കായി ശശി. വേട്ടക്കാരനാണ്. വന്യമൃഗങ്ങൾക്ക് ഞാൻ എന്നും ഒരു പേടി സ്വപ്നമാണ്. വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പേടിക്കണ്ട, ഇരുന്നോളൂ. ഞാൻ മനുഷ്യരെ വെടിവെക്കാറില്ല. സാധനം വല്ലതും സംഘടിപ്പിക്കണോ? ഹേയ് വേണ്ട, ഇരിപ്പുണ്ട്. നന്നായി, എങ്കിലെടുത്തോളൂ. തങ്കച്ച, 2-3 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തോളൂ. എന്തോ നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതുപ്പാ. അയ്യോ, കുപ്പി. കുപ്പി തിന്നല്ലേ? ശശിക്ക് ഇവിടെ ഒരു ബലരാമനെ അറിയോ? അപ്പം നിങ്ങൾ പന്നിപ്പടക്കം അന്വേഷിച്ചു വന്നവരാണല്ലേ? നമ്മുടെ അടുത്ത ആളാ. ബലരാമേട്ടന്റെ പടക്കമാണ് പടക്കം. 10 എണ്ണം കത്തിച്ചാൽ ഒന്നെങ്കിലും അല്ല, ഈ കക്ഷിയൊന്ന് കാണാൻ പറ്റും? ഏയ്, ഇന്നിനി കണ്ടിട്ട് കാര്യമില്ല. ഈ നേരത്തെ ആള് മുട്ടം പാമ്പായിരിക്കും. നേരം വെളുത്തിട്ട് അന്വേഷിക്കാം. ഇതാണ് പുലിയൂർ എന്ന മഹാനഗരം. പുലി ഇറങ്ങുന്ന ഊരായതുകൊണ്ടാണ് ഇതിന് പുലിയൂർ എന്ന് പേര് വന്നത്. പോടാ, പോയി കല്യാണം കഴിയടാ. ചുമ്മാ വായി നോക്കി നടന്നോളൂ. നിങ്ങൾ പേടിച്ചോ? വന്നോളൂ. ബാലേട്ടാ, 3 ചായ. 1 സ്ട്രോങ്. ആരാ പേരൊക്കെ? പട്ടണത്തിൽ നിന്നുള്ള എന്റെ സുഹൃത്തുക്കളാ. ചേച്ചിയും ചേട്ടനും തമ്മിൽ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നമുണ്ടോ? അല്ല, 4-5 ദിവസമായിട്ട് ഒരുമിച്ചല്ലല്ലോ കിടപ്പ്. ഒട്ടും സംസ്കാരം ഈ നാട് നന്നാവില്ല. എടാ ശശിയെ, ഓ, നീ കാരണം ഈ നാട്ടിലെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞോണ്ടിരിക്കുക. ഇവനെ പേടിച്ച് ആരും ഭാര്യയെ കൂടെ കിടത്തത്തില്ലെന്നേ. കിടത്തിയവ ഒളിഞ്ഞു നോക്കും. അതെ, മൂപ്പൻ കടുത്ത് എന്താ മലയിറങ്ങി ഈ വഴിക്ക്? എന്താ മൂപ്പ, എന്ത് പറ്റി? ഇന്നലെ രാത്രിയിലും തൂക്കുപാറയിൽ പുലി ഇറങ്ങി. എന്നിട്ട് ചീരുവിന്റെ പെണ്ണ് തേനമ്മയെ കൊണ്ടുപോയി. മുരുകനെ ഒന്ന് കാണണം. മിസ്റ്റർ കടുത്ത, നിങ്ങൾ എന്തിനു മുരുകനെ കാണണം? ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അകത്തിരുന്ന് പുട്ടും കടലയും കേറ്റുന്നു. സർക്കാർ ഉത്തരവിടാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരവിട്ടാ നിങ്ങളങ്ങ് മലമറിക്കും. എന്നെ വിട്ടേരെ ശശിയെ. ഈ മുളവടിയും കൊണ്ട് പുലിയെ പിടിക്കാൻ ഇറങ്ങിയ എന്റെ കുടുംബം വഴിയാധാരമാകും. പെമ്മക്കള് 3, 6 മാസം കഴിഞ്ഞാ പെൻഷനും. കടുത്തക്കറിയാലോ, ഈ കാര്യത്തില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കാട്ടിലും അനുഭവ സമ്പത്ത് മുരുകന് തന്നെയാ. പുലി വീഴണമെങ്കിൽ മുരുകൻ തന്നെ വിചാരിക്കണം. അയ്യപ്പാ, നീ വേണം മുരുകന് തുണ. പുലി വാഹനമാക്കിയവനല്ലേ നീയെ? ഇത് പുലിയാണോ? കടുവയല്ലേ? അത് നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ഇത് പുലിയാ. വരയം പുലി. അയ്യപ്പൻ കാട്ടുപോയതേ പുലിപ്പാല് തേടിയാ. പുലിയൂരിൽ പക്ഷേ പുലിവാഹകൻ അയ്യപ്പനല്ല, മുരുകനാ. ആരായി മുരുകൻ? ആരാ മുരുകനെന്നോ? അതൊരു മഹാസംഭവമല്ലേ. നിങ്ങൾ കാണാൻ വന്ന ബലരാമനില്ലേ, കക്ഷിയുടെ മരുമകനാണ് ഈ മുരുകൻ. കാട്ടിലെ പുലി നാട്ടിലിറങ്ങിയാൽ അത് മുരുകനുള്ളതാണ്. ഇതാണ് ബലരാമേട്ടന്റെ ആല. ആയിരിക്കുന്ന 4 പീക്കിരികളും പുള്ളിക്കാരന്റെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, തൊട്ടിൽ പരുവാ. മോനെ, അച്ഛനെന്തിയേ?
വല്ല കള്ളഷാപ്പിലുണ്ടാവും, പോയി നോക്കടാ. ഇനി ഇവിടെ നിൽക്കണ്ട. നല്ല ബഹുമാനമുള്ള കുട്ടികളാണ്. ബലരാമേട്ടന്റെ അമ്മായിയമ്മ ഭവാനി തള്ളയുടേതാണ് ഈ ഷാപ്പ്. ബലരാമേട്ടന്റെ ഷാപ്പിലെ പറ്റി തീർക്കാൻ പറ്റാതെ കൂടിയപ്പോ ഭവാനി തള്ള മോളെ പിടിച്ച് ബലരാമേട്ടന് കെട്ടിച്ചു കൊടുത്തു. പറ്റ് സ്ത്രീധന തുകയിൽ വരവും വെച്ചു. ഭവാനി തള്ളേ, എന്നെ വലിയ കാര്യ. ഭവാനി തള്ളേ, ഭവാനി തള്ള നിന്റെ വലിയ എന്ത് പറ്റി? നിന്റെ മുഖം എന്താ ഉമ്മിരിക്കുന്നത്? പുലിയൂരുകാരുടെ പഴമ്പോട്ടല്ലേ, പുലിവേട്ട കഴിഞ്ഞ മുരുകന്റെ കുളി കാണാൻ തനി രൂപം. ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ നിന്റെ തനി രൂപം. ഏയ്, നമുക്കൊന്നുകൂടെ കാണുന്നേ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചക്കിമോക്കം വേണ്ട ഒരു കൂട്ട്. വിളിച്ചോട്ടെ. നിന്റെ അച്ഛൻ എലിയാണോ പുലിയാണോ നിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയത്തില്ലടി. എനിക്കറിയാലോ എന്റെ അച്ഛൻ പുലിമുരുകനാണെന്ന്. ആരാ ഈ വരുന്നത്? ചക്കി, മുത്തമണി. എന്താ മുപ്പ എല്ലാരും ആയിട്ട്? തൂക്കുപാറയിൽ മക്കൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇതിനകം 4 ജീവനാ പുലി കൊണ്ടുപോയത്. മുരുകനൊന്ന് ഇറങ്ങണം ഞങ്ങളുടെ രക്ഷയ്ക്ക്. വേറെ ആരുമില്ല. മൂപ്പൻ വിഷമിക്കണ്ട. തൂക്കുപാറയിൽ ഇറങ്ങിയ പുലി ഇനി ആരെയും കൊല്ലില്ല.
മുരുകന്റെ വാക്കാ. ഉയരിന് ഭയന്ന കാട്ടിലെ മക്കളെ മനസ്സറിഞ്ഞ് വിളിക്കണത് മുരുകാന്ന അത്രയ്ക്ക് വിശ്വാസ. ഞങ്ങക്ക് മാരിയമ്മ തന്ന വരവാ മുരുകൻ. എന്താ മൂപ്പൻ ചെല്ലേ. മുരുകൻ ഇവിടെ ഉള്ളപ്പോ കാടിറങ്ങി വന്ന് ഒരു പുലിയും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ചെല്ലേ. രണ്ടു ദിവസം അങ്ങ് കൂപ്പിലായിരുന്നു അല്ലേ? ആ, വണ്ടിക്ക് ഓട്ടം പിടിക്കാനായിട്ട്. മനസ്സിലായി. ഞാനും എന്റെ മോള് നിങ്ങൾക്ക് ആരുമല്ലല്ലോ. ഇങ്ങോട്ട് കയറി വാടി. അതുകൊണ്ടല്ലേ ഞങ്ങളെ മറന്ന് ജീവൻ വെച്ചോളം കളിക്കും നിങ്ങൾ. കഞ്ഞി എടുത്ത് വെക്കടി. പുലിയെ കൊല്ലുന്ന മുരുകൻ നാട്ടുകാർക്ക് ദൈവം. മുരുകന് സമ്മാനം പിന്നാലെ വരുന്ന കേസും കൊല്ലപ്പോ എന്ത് വേണമെങ്കിലും വായിക്കും. എടാ ശിവ നോക്ക്, കാസർഗോഡ് രജിസ്ട്രേഷൻ പജാറോ. ഇത് ഷിൻഡോപ്പന്റെ കാറാണല്ലോ. നിന്റെ അപ്പന്റെ കാറാണ്. എവിടെ? ഷിൻഡോപ്പന്റെ ഭാര്യ നമ്മളെ കാണരുത്. ആ ഭാര്യ ഞങ്ങളുടെ നാട്ടുകാരിയാ. പാപ്പച്ചൻ മുതലാളിയുടെ ഒരേ ഒരു മകൾ ജൂലി. ഞങ്ങളുടെ നാട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിരിക്കുന്നത് തൊട്ട അയൽപ്പക്കം. ആണോ? എങ്കിൽ സൂക്ഷിക്കണം. ഒരിക്കൽ ഞാൻ ഇവളെ ഒന്ന് അറിയാതെ നോക്കിപ്പോയതിന് ഇവളുടെ തന്തപ്പടി എന്നെ ഇടിച്ച് പഞ്ഞു കിട്ടതാ. ഒന്ന് നോക്കിയനാ. അവളെ കുളിമുറിയില്ലേ. വരുന്നു, വിളിച്ചോ, സാറ്റ് വിളിച്ചോ. ഡ്രൈവർ, വണ്ടി നിർത്ത്. ഡ്രൈവർ പറഞ്ഞു കേട്ടില്ലേ വണ്ടി നിർത്താൻ. ചക്കി, മോൾക്ക് ആന്റി വാങ്ങിച്ചത്. അല്ല മുതലാളി, നമ്മൾ എപ്പോ എസ്റ്റേറ്റിൽ വന്നാലും മാഡം ആ കുട്ടിക്ക് മിഠായി കൊടുക്കാറുണ്ടല്ലോ. ഏതാണ് ആ കുട്ടി? ഏതോ ഒരു കുട്ടി. അല്ല, മുതലാളുടെ വൈഫല്ലേ? ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ചോദിക്കാറില്ലേ? ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല, അവളായിട്ടൊന്നും തന്നിട്ടുമില്ല. മോളുടെ അച്ഛൻ എന്തി? അടിവാരത്ത് പോയേക്കുവാ ചെറിയച്ഛനെ കൂട്ടാൻ. അച്ഛൻ വരുമ്പോ ആന്റി അന്വേഷിച്ചതായി പറയണം കേട്ടോ. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഏട്ടാ, ഞാൻ തോക്കും തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെ തോക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിനക്ക് വിശക്കലുണ്ടാ. ഞാൻ വന്ന ഉടനെ പൊറോട്ട മുട്ടക്കറി കേട്ടിന്നേ. എത്ര മുട്ട കഴിച്ചു? 2 എണ്ണം. 2 എണ്ണം, ഒരു 5-6 എണ്ണം വാങ്ങിച്ചു കഴിക്കട്ടെ. ഓ, ഏട്ടൻ ഇപ്പോഴും ഈ സേവനം നിർത്താറായില്ലേ? ഇടം മുരുകന്റെ മയിൽ വാഹനം പുലിയൂരിന്റെ പുതുസ്വത്തല്ലേ? നാട്ടില് പുലി ഇറങ്ങിയ മുരുകൻ, നാട്ടുകാർക്ക് പരോപകാരം ചെയ്യാനും മുരുകൻ. ഇതിനിടയ്ക്ക് സ്വന്തം കാര്യം നോക്കാൻ കുറച്ച് സമയമെങ്കിലും കിട്ടുവേട്ടാ. ഇട നിന്നെ പെറ്റിട്ടപ്പോ നമ്മുടെ അമ്മ പോയി. മണിക്കൊട്ടനെ നോക്കിക്കോണെന്ന് പറഞ്ഞ അച്ഛനും. കര ഏതാ കടൽ ഏതാന്നറിയാതെ മിഴിച്ചു നിന്നപ്പോ തളരാതെ പിടിച്ചു നിർത്തിയത് ആരാ? നമ്മുടെ നാട്ടുകാരാ. അപ്പൊ അവർക്കൊരാവശ്യം വരുമ്പോ നമ്മൾ വേണ്ടടാ മരിച്ച് മുന്നിൽ നിൽക്കാൻ. മണിക്കൊട്ട, നിന്റെ കൂട്ടുകാരൊക്കെയോ വന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ടല്ലോ. എന്തോ എനിക്കത്ര പിടിപ്പായിട്ട് തോന്നിയില്ല. ഹേയ്, നല്ലവരായിട്ടാ. ഡാഡി ഗിരിജയുടെ ആൾക്കാരാ. മംഗലാപുരത്തെ വലിയൊരാളായി ഡാഡി ഗിരിജ. അവർ ഈ ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാൻ പോവാ. ഈ പരീക്ഷണം വിജയിച്ചാ ഞാനും രക്ഷപ്പെടും. വലിയ ജോലി എനിക്ക് കിട്ടാൻ പോന്നെ. ആണോ? എടാ, നീ രക്ഷപ്പെടുമെങ്കിൽ പിന്നെ ഏട്ടനെന്താ മേലും കീഴും നോക്കാനാ? എന്നാ പിന്നെ നമുക്ക് അവരെ കണ്ടിട്ട് പോവാം. ഇവക്ക് എന്താ കൊച്ചുറങ്ങില്ലേ? ഞാൻ ഉറങ്ങിയില്ല. ഏത് മുട്ടായി? ആഹാ, നല്ല മുട്ടായി. ഇതാരാ? ചെറിയച്ഛനാ? അല്ല, ആന്റി തന്നതാ. ആന്റി കാറിൽ വരുന്ന ആന്റി. എന്റെ ഈശ്വരാ, എന്തിനാ തുപ്പി കളഞ്ഞത്? എന്നെ കാണിക്കാനാ? ഇനി സമയം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ അവളുടെ കൂടെ പോയി പുറത്തോ. ഞാൻ എന്റെ മോളും അല്ലേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ചത്തോളാം. ഇടി, ഞാൻ അവരുമായിട്ട് ഇതുവരെ ശരിക്കൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ലടി. ഓ, അതാ ഇപ്പൊ വിഷമോ അല്ലേ? എന്നാ പോയി മിണ്ട്. ആര് തടയുന്നു? അവള് കാത്തിരിക്കുന്നുണ്ടാവും ബംഗ്ലാവില്. അച്ഛനെ ജൂലി ആന്റി അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. എന്റെ പൊന്നു മുത്തല്ലേ, പൊര കത്തുമ്പോ വാഴ വെട്ടല്ലേടി മോളെ. അവളുടെ വീടിന്റെ മുറ്റത്ത് വരെ വണ്ടി ചെല്ലും. എന്നാലും അവൾ ഇവിടെ വണ്ടി നിർത്തി ഈ പാലത്തിലൂടെ നടന്നേ പോവും. എനിക്ക് നന്നായിട്ട് അറിയാം. അവള് നിങ്ങളെ കാണാൻ തന്നെ വരുന്നതാ. എന്തോ ആടി ഇത്? കൊറേ കാലമായി ഞാനിത് കാണുന്നു. എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്താ ഏട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ജൂലി ആന്റി. ജൂലി ആന്റി? പോയി കിടന്ന് ഉറങ്ങടി. അവിടെ ഒരു ജൂലി ആന്റി. ചെന്ന് കിടക്കടി. നിന്റെ അച്ഛന്റെ കുഞ്ഞമ്മ
ആന്റിയല്ലേ അത്? ആരായിട്ടാ ഈ ജൂലി ആന്റി? അയ്യോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. 3-5 കൊല്ലം മുമ്പ് നടന്ന കഥ. നീ ആ സമയത്ത് മംഗലാപുരത്ത് പഠിക്കുക. ഇപ്പൊ അകത്തേക്ക് പോയ ചുള്ളി കമ്പില്ലേ, അതിനെ ഞാൻ പ്രേമിക്കുന്ന കാലം. വരുന്നോ? നേരെ നോക്കി വണ്ടി ഓടിക്കണേ. കുറെ കാലം ഞാനിത് കാണണം. വളക്കാനും കെട്ടാനും തരൂല്ലാത്തമാര് പ്രേമിക്കാൻ നടക്കരുത്. ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ അവളെ കാണുമ്പോ ചോർന്നു പോകും. ചെന്ന് ചോദിക്ക്. എന്താ മാമ? കെട്ടിക്കോട്ടെന്ന്. അയ്യേ, ആളെ ചോദിച്ചാ പോരാ, ഇപ്പൊ തന്നെ ചോദിക്കണം. ഇപ്പൊ ചോദിക്കാം അല്ലേ? മാമ, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാ പോരെ? ഒറ്റ അടി വെച്ചതല്ലേ. എന്താണോ? ഒന്നുമില്ല. എന്നാ വഴിന്ന് മാറും. മുമ്പ് കയറി അങ്ങ് നിന്നോളൂ. മൈനെ, ഇങ്ങനെയൊക്കെ നടന്നാ മതി ഒരു കല്യാണം കഴിക്കണ്ടേ? ആരെ? ആരെങ്കിലും. ഓഹോ, താനിപ്പോ ഡ്രൈവർ പണി നിർത്തി ബ്രോക്കർ പണി തുടങ്ങിയോ? പോടാ ഏലി മുരുക. അതിന് ഞാനെന്ത് വേണം? പറഞ്ഞോ എന്നിട്ട് അവിടെ പറഞ്ഞു. അവളെന്നെ എലി മുരുക എന്ന് വിളിച്ചു. അങ്ങോട്ട് പിടിക്കടാ. പിടിച്ചോ. ഇവിടെ എവിടെ നോക്കിയാടാ കേട്ടുന്ന? മുരുക, നീ ആരാണ്? ശരം പഞ്ചരത്തിന് ജയന. ടയറ് പഞ്ചറായ? പഞ്ചറാകും, നീ നോക്ക്. ഇതങ്ങോട്ട് നോക്കട്ടെ, ഇതങ്ങോട്ട്. എവിടെ? ഊഞ്ഞാലിലേക്ക് നോക്ക്. ഊഞ്ഞാലിലേക്ക് നോക്കട പോത്തെ. പിന്നെ എന്നെ പാപ്പച്ച മുതലാളുടെ ഒരേ ഒരു മോളോ ഒരു കൊതിയാക്കടൽ ഞാൻ കാണുന്നുണ്ട്. നീ ഒന്ന് ആഞ്ഞു പിടിച്ച ചേരത്ര സ്റ്റേറ്റിന്റെ മുതലാളി നീയാ, മാനേജർ ഞാനും. നല്ല തടി പിടിച്ചോ പിടിച്ചോ. മാമ, എനിക്ക് ദോ ആ ചുള്ളിക്കമ്പ് മതി. ഏത്? ദോ അത്. അയ്യേ, അതെ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാ. പോയി പണി എടുക്കണേ. അവള് വെള്ളം കോപ്പ് കൊണ്ടുവരും. തേക്കും തടി വേണ്ട പനി, ചുള്ളിക്കമ്പ് മതി. മാനേജറാന്ന് വിചാരിച്ചാണ്. അവള് വെള്ളം കൊണ്ടുവരുന്നു. വെള്ളം കൊണ്ടുവരണത് വെള്ളം തോന്നണ പോലെ. മൈനെ ഇങ്ങതാ, ഞാൻ കൊടുത്തോളാം. അവള് പിടിക്കുക. എസ്റ്റേറ്റ് പിന്നെ വല്ലുണ്ട്. മാനേജർക്ക് 10 ശമ്പളം ഉണ്ടോ? ഇയാളാണല്ലേ പുലിയൂരുകാരുടെ ഹീറോ, പുലിമുരുകൻ. വെള്ളം വേണമെങ്കിൽ കുടിച്ചിട്ട് പോവാൻ നോക്ക് കളെ. എനിക്ക് ഇയാളെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം. എടമരുമോനെ, അവക്ക് നിന്നെ ഒറ്റക്കൊന്ന് കാണണമെന്ന്. എന്നിട്ട് ഏട്ടൻ ജൂലിയെ കണ്ട? എന്താ? ഞാൻ വിചാരിച്ചു നീ എന്നെ തല്ലാൻ വരികയെന്ന്. നിന്റെ പിണക്കമൊക്കെ മാറിയോ? എന്നോട് ഞാൻ പിണങ്ങോടെ എന്റെ ചക്കര ഉറക്കത്തില.
എന്റെ പിണക്കമൊക്കെ മാറിയോ? അത് പിന്നെ എനിക്ക് ആ ചാവത്തിനെ കണ്ടാലേ കാലി വരും. എനിക്കും അതളയാ കൊല്ലു. നീ അല്ലാതെ എന്റെ ലോകത്ത് വേറെ ആരാടിയുള്ളത്? ആരുമില്ല. ഏട്ടാ അപ്പൊ ഞാനില്ലേ? നീ എന്റെ പുന്നാര അനിയനല്ലടാ. അപ്പൊ ഞാനോ? നീ എന്റെ പുന്നാര മൈന. മാമ മൈന. മൈന. അപ്പോ അതാരാ? അവളെന്റെ ചക്കര മുത്തല്ലടാ. ഉരുളല്ല, മൈന പൊട്ടിത്തെറിച്ചതാ. മാമൻ കിടന്നുറങ്ങിക്കോ, ഞാനൊന്ന് കാല് പിടിച്ചിട്ട് വരാം. മൈനേ, മൈനേ, മൈനേ. മാമ, നമ്മുടെ മയിൽ വാഹനത്തിന് 2 ആഴ്ചത്തേക്കുള്ള പണി കിട്ടി കൂപ്പിന്. മാമനും വരണം. പിന്നെന്താ, വരാലോ ചേട്ടാ. ആ വാ. 2 ദിവസത്തിനുള്ളിൽ സാധനം വരും. സാധനോ? നമ്മുടെ മരുന്നേ. മരുന്നുണ്ടാക്കാനുള്ള മറ്റേ കഞ്ചാവ്. അത് കാട്ടുന്ന് പുറത്തിറക്കണമെങ്കിൽ അണ്ണൻ വിചാരിക്കണം. അയ്യോ, ഞാൻ കൂപ്പിലെ പണി ഏറ്റുമല്ലോ. അണ്ണ ഇതൊരൊറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ മണിക്കുട്ടനും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ടാ. അണ്ണ പ്ലീസ്. മുരുക, ഞാൻ നിന്നെ തിരക്ക് വീട്ടിൽ പോയിരുന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. തൂക്കുപാറയുടെ അടുത്ത് നിന്ന് ഫോറസ്റ്റുകാർക്ക് വരയൻ പുലിയുടെ അവശിഷ്ടം കിട്ടി. ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ അത് മനുഷ്യൻ ചെയ്തതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പ്രശ്നം അതല്ല. തുടരന്വേഷണത്തിന് പുതിയ റേഞ്ചർ ചാർജ് എടുത്തിട്ടുണ്ട്. പഴയ ആർക്കെ. ചത്തത് പുലിയാണെങ്കിൽ കൊന്നത് മുരുകൻ തന്നെയെന്ന് അയാൾ പറയുകയും ചെയ്തടാ. മുരുക, ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. നീ കാട് കയറിക്കോ. പഴയൊന്നും അറേഞ്ചർ മറന്നിട്ടുണ്ടാവില്ല. ഇതൊരു അവസരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴപ്പവും. നീ ചെല്ല്. അയ്യോ, ഞങ്ങൾ പെട്ടുപോകും. അതിനൊക്കെ വഴി ഉണ്ടാക്കാം. നീ നോക്കിയൊക്കെ ചെല്ല്. പറയുന്നേക്ക്. വാ. വാന്നേ. മുരുകൻ കാട് കയറിയാ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. അല്ല, ആരായി ആർക്കെ? മുരുകനും അയാളും തമ്മിൽ എന്താ പ്രശ്നം? അത് 4-5 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഹനുമാൻ കുന്നിന് പുലി ഇറങ്ങി. ഒരു കുട്ടിയടക്കം 4 പേരെയാ അന്ന് ആ പുലി കൊണ്ടുപോയത്. പുലിക്ക് വേണ്ടി മുരുകൻ കാട്ടിലിറങ്ങി. PCCFന്റെ ഓർഡറുമായിട്ട് അന്നത്തെ റേഞ്ചറായിരുന്ന ആർക്കെയും. കാട്ടിറച്ചിയും കാട്ടുപെണ്ണും രണ്ടിന്റെയും രുചി അറിഞ്ഞവര് പിന്നെ കാട്ടിന്ന് ഇറങ്ങില്ല. അല്ലടോ? എന്റെ പൊന്ന് സാറേ, ആ മൈന പെണ്ണിനെ അങ്ങ് വിട്ടേരെ. ആരോരും ഇല്ലാത്തൊരു പാവം കൊച്ച. തന്റെ മോളൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ ആണെങ്കിലും എക്കാലത്ത് എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. കുറച്ച് നാളെ അവളെന്റെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ തുടങ്ങിയിട്ട് ഇന്ന കൊതി അങ്ങ് തീർക്കണം. എന്തേ, എവിടെ അവള് മൈന? കാട്ടിനുള്ളിൽ വരെ ഞങ്ങൾ ഓടിച്ചു കയറ്റിയതാ സാറേ. കയ്യകലത്തെത്തിയപ്പോ തെന്നിപ്പോയി. എന്നിട്ട്? ഇല്ല സാറേ, ദൂരെ അങ്ങ് പോകാൻ വഴിയില്ല. ഇവിടെ അടുത്ത് തന്നെ കാണും. ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിക്കടിയോടെ.
താനിതിനെ ചാടിയത്? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ചാടിയതാ. ഇവിടെ വെച്ചോ? ഇവിടെ ആവുമ്പോ താൻ എന്നെ തല്ലിയാലും ആരും കാണില്ലല്ലോ. എന്താ കാര്യം? എനിക്ക് തന്നെ കല്യാണം കഴിക്കണം. ഈ കുഴിയിൽ വെച്ചോ? ഹേയ്, ഈ കുഴിയിൽ വെച്ചല്ല, മാര്യമ്മയുടെ കോവിഡ് വെച്ച്. പക്ഷെ ഇവിടെ വെച്ച് താൻ സമ്മതിക്കണം. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ആദ്യം രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കാൻ നോക്ക്. ആദ്യം എന്നെ കെട്ടിക്കോളാന്ന് പറ. അത് പറഞ്ഞു തന്നെ. എന്നാ നമുക്ക് ഇവിടെ കിടക്കാം. ഇവിടെ ആവുമ്പോ നിന്നെ വേറെ ആരും കെട്ടിക്കൊണ്ടു പോവില്ലല്ലോ. അയ്യോ, രാത്രി വല്ല കാട്ടാന് കാല് തെറ്റി നമ്മുടെ നെഞ്ചത്തോട്ട് വീണാ ചത്തുപോവല്ലേ? അതിപ്പോ തന്നെ കെട്ടിയാലും എന്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. വായു പൊളിച്ച് നോക്കിയിരിക്കാതെ ഒന്ന് രക്ഷിക്കും മനുഷ്യ. ആദ്യം എന്നെ കെട്ടിക്കോളാന്ന് പറ. ഞാനാണോ കെട്ടേണ്ടത്? നിങ്ങൾ എന്നെയല്ലേ കെട്ടേണ്ടത്? അതെങ്ങനാ? നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ഇയാടെ പുറകെയല്ലേ? എന്ത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. എന്നെ കല്യാണം കഴിച്ച് മര്യാദക്ക് കൂടെ പുറത്തോണോന്ന് എന്നോട് വല്ല കള്ളത്തരം കാണിച്ചോണ്ടല്ലോ എടുത്ത് പള്ളക്കി വരി തരും ഞാൻ. ഞാൻ എടുക്കണോ? ഈ പാറയിലെ കാലുകൊണ്ട് മുറിയണ്ട, വേണേ ഞാൻ എടുക്കാം. അതെ, ഈ പാറയിൽ കൂടി തന്നെയാ ഞാൻ ഇത്രയും കാലവും നടന്നത്. ഓ, അത് ശരിയാണല്ലോ. നടന്നോ? നടന്നു. സാറേ, എന്റെ പെണ്ണ ഇവള് മൈന. ഇവളെ ഞാൻ കെട്ടാൻ പോവാ. ഇനി നിന്റെ നിഴല് പോലും ഇവളുടെ ദേഹത്ത് വീഴരുത്. വീണാൽ മരത്തി തറച്ച മുരുകന്റെ വേല് നിന്റെ നെഞ്ചത്ത് തറച്ചു കയറും. പിന്നീട് റേഞ്ചർമാർക്ക് ഇവിടെ സ്ഥലം മാറിപ്പോയി. അതോടെ എല്ലാം ഒതുങ്ങിയെന്ന് കരുതിയിരിക്കായിരുന്നു. ഇപ്പോ അയാൾ വീണ്ടും തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇത് നിനക്കുള്ള ഒടുക്കത്തെ താക്കീതാണ്. ഈ പുലിയൂർ പാലത്തിനിക്കരെ നിന്റെ പിഴച്ച കാലിനി കുത്തിയ ആ കുത്തിയ കാലി ഞാൻ വിട്ടും. കയറിപ്പടാ. മുരുകന്റെ അടിയേറ്റാൽ മർമ്മ പറഞ്ഞ് തീരുമാൻ ഈ പുലിയൂരില് മൂപ്പം കിടത്തേക്ക് മാത്രമേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് അടങ്ങ്. ഒന്നും മിണ്ടാതിരിടോ. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് കരുതിയാ മതി. 400 കിലോ വരുന്ന വരയം പുലിയെ അതിന്റെ മടയിൽ കയറി മർമ്മത്തടിച്ച് വീഴ്ത്തുന്നവനാ മുരുകൻ. ആ മുരുകന്റെ ഭാര്യയെ കയറി പിടിക്കാൻ മാത്രം മണ്ടനായി പോയല്ലോ സാറ്. ഒന്ന് പതുക്കെ പറയടോ, എന്റെ ഭാര്യ അകത്തുണ്ട്. വസന്തി, എന്തടി? അതാ പൂങ്കായി ശശിയായിരിക്കും. നോക്കി നിൽക്കാതെ പോയി പിടിക്കണോ? പിടിക്കരുത്. എനിക്ക് ശരിക്കൊന്നും കാണാൻ പറ്റില്ലെന്ന് അവര് വെറുതെ കിടന്ന് നിലവിളിക്കണതാ. ആരടാ വണ്ടിക്ക് വട്ടം ചേർന്ന്? ഞാൻ ഒരു വഴിപോക്കനാണ് സാറേ, വഴി ചോദിച്ചു വന്നതാ. ഇവർക്കറിയില്ല. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാതെ. ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. നാളെ കാലത്ത് വരുമെന്നാ കരുതിയത്. ഞാൻ വൈകിട്ട് പുലിയൂരിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് റേഞ്ചർക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന്. ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ലല്ലോ റേഞ്ചറെ, ഒരു പുലിയുടെ ആക്രമണം അല്ലേ? വിഷമിക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഞാനും പുലിവേട്ടയ്ക്ക് ഇറങ്ങിയതാ. അതിന് റേഞ്ചറുടെ സഹായം എനിക്ക് വേണം. നമ്മുടെ പേരെന്താണാവോ? ദിവാകരൻ. എന്നാ പിന്നെ ദിവാകരൻ ചെല്ല്. ഈ വൈദ്യരെയും കൂട്ടിക്കോ. എനിക്ക് ഈ റേഞ്ചറോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് കളിയല്ല മുരുക, സൂക്ഷിക്കണം. മല കയറി ഒരു പോലീസ് ഓഫീസറും ഇതുവരെ മുരുകൻ അന്വേഷിച്ച് വന്നിട്ടില്ല. ഇതാദ്യമായിട്ടാ. അതിന് മുരുകൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? അത് കാര്യങ്ങൾ കടുത്തൊക്കെ അറിയാൻ മേലാഞ്ഞിട്ടാ. പുലിയെ കൊന്നതാണ് വിഷയമെങ്കിൽ ജാമ്യമില്ലാത്ത കേസാ. അതിന് ഞാൻ പുലിയെ കൊന്നതിന് എന്താ തെളിവ്? എന്റെ പൊന്നു മുരുക, FIR എഴുതുന്നത് ആർക്കെയാ? തെളിവൊന്നും വേണ്ട. എന്തിന്? ഒരു സാക്ഷി പോലും. കാട്ടിൽ വെച്ചൊരു വന്യമൃഗത്തെ കൊന്ന കേസാണെങ്കിൽ റേഞ്ചർക്ക് സ്വയം സാക്ഷിയാകാം. കോടതിയിൽ അത് മതി. പോരാത്തതിന് ദേ ഇപ്പോ ആർക്കെ തല്ലിയ കേസ്. ദിവാകരൻ പറയുന്നത് ശരിയാ മുരുക, നീ ഒന്ന് മാറിയിരിക്കുന്നതല്ല. എന്തിന്? കാട്ടിലുള്ള പുലികളെയല്ല മുരുകൻ കാട് കയറി കൊല്ലാറില്ല. ഞാൻ കൊന്നിട്ടുണ്ട്. അത് നാട്ടിലിറങ്ങി പുലിയൂരുകാരെ കൊന്നു തിന്നുന്ന നരഭോജികളെയാ. അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല.
നാട്ടുകാരെ പുലി കൊന്ന കേസില്ല, നാട്ടുകാരെ കൊന്ന പുലിയെ മുരുകൻ കൊന്ന കേസ്. ഇതിന്റെ പേരിൽ എന്നെ തൂക്കി കൊന്നാലും ശരി, ഈ റേഞ്ചർമാരെ പോലുള്ള കഴിവന്മാർക്ക് എന്റെ കുടുംബത്തെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് കാട് കയറി രക്ഷപ്പെടണ്ട. വേഗം ആ സൈഡിലേക്ക് ഒതുക്കി വെക്കും, എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നേ? എന്തേ ഏട്ടനോടൊരു വാക്ക് പോലും ചോദിക്കാതെ രാത്രിയിൽ സാധനം കൊണ്ടുവന്ന ഞങ്ങൾ എന്ത് ചെയ്യും? എവിടെ സൂക്ഷിക്കും? എടാ നിന്റെ ഏട്ടനും കൂടി സഹായിക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ? എടാ ഏട്ടൻ സഹായിക്കാന്ന് പറഞ്ഞ സത്യ, പക്ഷെ ഇപ്പൊ ആ സാഹചര്യത്തിലല്ല. ഈ ഒരു ചുറ്റുപാടില് ഏട്ടത്തെയും കുഞ്ഞിനെ ഒന്നും വിട്ടിട്ട് ഏട്ടൻ എങ്ങോട്ടും വരത്തില്ല. ഞാൻ സംസാരിക്കാം ഏട്ടനോട്, ഏട്ടൻ നിങ്ങൾക്ക് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരും. ശരി, പക്ഷെ സാധനം അതൊരു ഈ വണ്ടിയിലിരിക്കട്ടെ. അത് ഇത് നിന്റെയും കൂടി ഉത്തരവാദിത്തം, നിനക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത് നീ മറക്കരുത്. എന്താ ചെമ്പാ? ശിവൻ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. രാമയുടെ വലം കൈയാണ് അവൻ. സാധനം ഇരിക്കുന്ന സ്ഥലം ശിവൻ അറിയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? മരുന്ന് പുലിയൂര് കിടത്തണം. അതിനൊരൊറ്റ വഴിയുള്ളൂ, മുരുകൻ. ഫോറസ്റ്റുകാരും പോലീസുകാരും ഉടനെ ഇവിടെ എത്തും. കാട്ടിലൂടെ മിന്നൽ വേഗത്തിൽ ലോറി വായിക്കാൻ ഇന്നീ പുലിയൂര് മുരുകനെ കഴിയും. അതെങ്ങനെ നടക്കും? ഈ സമയത്ത് കുടുംബത്തെ വിട്ട് മുരുകൻ എങ്ങും വരില്ലെന്നല്ലേ മണിക്കൂട്ടൻ നമ്മളടുത്ത് പറഞ്ഞത്? അതെനിക്കറിയില്ല. ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ നിങ്ങളെ രക്ഷിക്കാൻ മുരുകൻ അല്ലാണ്ട് മറ്റാരുമില്ല. ഞങ്ങൾ ശരിക്കും അന്വേഷിച്ചു. ആ റേഞ്ചർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അണ്ണനെതിരെ കൊലക്കുറ്റത്തിന് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുക. പോരാത്തതിന് പുലിയെ കൊന്ന കേസും. ഞങ്ങൾക്ക് പോകാൻ അണ്ണൻ പറഞ്ഞ ജീപ്പ് മതി. പക്ഷേ പോലീസിന്റെ മുമ്പിൽ അണ്ണനെ എറിഞ്ഞു കൊടുത്തിട്ട് പോകാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. ഇപ്പൊ അണ്ണനെ അവരെ കൈ കിട്ടിയ അണ്ണനെ അവർ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അകത്താക്കും. അണ്ണ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പോലീസുകാർ പടയാളിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അണ്ണൻ കുടുംബത്തെയും കൂടി ഞങ്ങളോടൊപ്പം വാ. ഈ കാർഡ് കടത്തി തന്നാ മതി. പിന്നെ അണ്ണനെ ഒരു പോലീസും തൊടില്ല, അതുറപ്പാ. നോക്ക്, നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോയാ പിന്നെ ഞങ്ങള് ജീവിച്ചിരിക്കത്തില്ല. ഇതിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മൈനയും പിള്ളേരും കൂടി ഇക്കണ്ട വഴി മുഴുവൻ വന്നിട്ടും ഒരൊറ്റ പോലീസ് ഏമാര് പോലും കൈയാണിച്ചില്ലല്ലോ. ഒരു കച്ചിക്കൂന മുഴുവൻ പൊളിച്ച് ലോറി കയറ്റിയപ്പോ ഞാൻ കരുതിയത് അണ്ണന് വട്ടായെന്ന്. പിന്നല്ലേ മനസ്സിലായത് അണ്ണന് ശക്തി മാത്രമല്ല ബുദ്ധിയും ഉണ്ടെന്ന്. കോല നന്നായിട്ട് വലിച്ചു കെട്ടിയിട്ടില്ലേ, അഴിഞ്ഞ് റോഡിൽ വീഴില്ലല്ലോ. ഇതേ കോലത്തിൽ കൊണ്ട് പശുവിനിട്ട് കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. കായ്ക്ക് എന്ത് പറഞ്ഞു? അത് മേസിരെ, നിങ്ങൾ ഓലിക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേന്ന്. കൊടുക്കാനുള്ള കായ് എന്നാലും കൊടുത്തേ പറ്റൂ. ഇങ്ങക്ക് ഇത്തിരി കട്ടത്തിലായതിന്റെ പേരില കായ്ക്ക ഇതേവരെ ശ്രമിച്ചത്. ഇപ്പൊ ഇങ്ങക്ക് 10 പുത്തം വന്ന കഥ മംഗലാപുരത്ത് മുഴുവൻ പാട്ട. ഇതറിഞ്ഞ കായ്ക്ക പഴയ കടം തിരിച്ചു വെക്കണേൽ എന്താ ഒരു തെറ്റ്? ബഷീറേ, കൂട്ടുകച്ചവടം പിരിഞ്ഞപ്പോ ഡാഡി കായ്ക്ക് കൊടുക്കാണ്ടെന്ന് പറയണ കാശ് അത് കായ്ക്കന്റെ മാത്രം കണക്കാണ്. ഇതിന്റെ പേരില് ഇവിടുത്തെ 10ന്റെ പൈസ കിട്ടുന്നുള്ള വിചാരം ഉണ്ടല്ല, അത് കളഞ്ഞേക്കി. ഇങ്ങനെ തീരുമാനം അതാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട. കായ്ക്ക കളി മാറ്റി കളിക്കേ. ഇങ്ങക്ക് അറിയാലോ കായ്ക്കാനെ. ഏട്ടഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടൂലേ. ഡാഡി മംഗലാപുരത്ത് കളിച്ച് തെളിഞ്ഞ ശേഷ ചെർക്കളക്കാരൻ ഖാദർ മംഗലാപുരം കണ്ടത്. കായ്ക്കയായത്. ചെന്ന് പറഞ്ഞേക്കവനോട് ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ. ബഷീറേ, എണീറ്റ് പോവാന്ന് നോക്ക്. വാണ ഡാഡി, ഇതാണ് മുരുകൻ. മരുന്ന് അകത്തുണ്ട്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടേ, അതുകൊണ്ട് മുരുകൻ കുടുംബമായിട്ട് അങ്ങോട്ട് പോന്നേ. തെറ്റിദ്ധരിക്കണ്ട, ഡാഡിയുടെ സ്വഭാവം അങ്ങനെ. മേസ്ത്രി, മുരുകനും ഫാമിലിയും നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കട്ടെ അല്ലേ? ഭദ്ര, എടാ നീ വേഗം വീട് തുറന്നത് ലൈറ്റൊക്കെ ഇടും. അണ്ണാ, ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള പുതിയ സ്ഥലം. ഇതാ ഈ വീടാ? ഇതൊന്നും ശരിയാവില്ല. മനുഷ്യന് താമസിക്കാൻ പറ്റിയ ചെറിയ വീടൊന്നും ഇല്ലേ? അത് ശരി, ഞാൻ വിചാരിച്ചു എന്റെ എണ്ണ അത് നിങ്ങൾ കാട്ടി നിന്നോണ്ട് തോന്നുന്നതാ. 2 ദിവസം കഴിയുമ്പോ ഒക്കെ ശരിയാവുന്നേ. അയ്യോ, നീ ഇപ്പോഴും ജീവനോടുണ്ടല്ലേ? വലിയ ചതിയായി പോയി.
നിനക്കുള്ള ശിക്ഷയാണ്. എന്തിന്? കുളിമുറിയിൽ എത്തി നോക്കിയതിന് എന്റെ അനുവാദം ഇല്ലാതെ മയിൽ വാഹനത്തിൽ കയറിയതിന്. എനിക്ക് മുള്ളണം. അതിന് ഞാൻ എന്ത് വേണം? എവിടെ മുള്ളും? വീടിനകത്ത്. വീട്ടിനകത്താ? എടോ വീടിനകത്ത് കക്കൂസ് ഉണ്ടെന്ന്. എനിക്ക് കാട്ടില് മുള്ളിയ ശീലമുള്ളൂ. കണ്ടോ ഇവിടെ വീടിനകത്ത് മഴ പെയ്യും. മഴയോ? ഷവറായിരിക്കും ഏട്ടത്തി. എനിക്കറിയത്തില്ല. ഷവറാ? നീ വിവരമില്ലാതെ സംസാരിക്കാൻ ചേട്ടൻ ഒന്നും കൊണ്ട് ഒഴിച്ചടാ. മണിക്കുട്ട, ഇപ്പൊ തന്നെ നിന്റെ ഏട്ടന്റെ നാവ് കുഴ കുഴാന്നാ. ഇനി കൊടുക്കണ്ട കേട്ടോ. വേണം. നിനക്കറിയോ? അല്ലേ? വേണ്ട. മണിക്കൂട്ടാ, നിനക്കൊരു കാര്യം അറിയോ? പണ്ടൊരു കാക്കാത്തി എന്റെ കൈ നോക്കി പറഞ്ഞ മുരുകാ നിനക്ക് രാജകൊട്ടാരത്തിൽ കഴിയാനുള്ള യോഗം ഉണ്ടെന്ന്. അത് സത്യമായില്ലേ? ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടോന്നും കൂടെ ആ കാക്കാത്തിയോട് ചോദിച്ചു നോക്ക്. ഓരോന്ന് ആലോചിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒരു മനസമാധാനവും ഇല്ല. ഇങ്ങനെ ഇടിച്ച് ആശുപത്രിയിലാക്കിയ റേഞ്ചർ എപ്പ ചാവെന്ന് പറഞ്ഞ് കിടക്കുക. ഒരവസരം കിട്ടിയാൽ ഞാൻ ഇനി ഇടിക്കും. ചെന്ന് ഇടിക്കും. റേഞ്ചർ എന്ന് കേട്ട എനിക്ക് കലിയാണ്. എന്റെ അപ്പനെ പുലിയെ കൊണ്ട് കൊല്ലിപ്പിച്ച പിശാചുക്കളവന്മാരെ ഞാൻ ഇനി ഇടിക്കും. തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എവിടെ? ഇങ്ങനെ നന്നാവത്തില്ല. ഒഴിച്ചു കൊടുക്കണം മണിക്കൂട്ടാ. കുടിച്ചു കുടിച്ച് ചാവട്ടെ. വേണ്ട. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. അണ്ണൻ ഇങ്ങനെ ഇതൊന്നും കുടിച്ച് മരിക്കരുത്. ബാക്കി ഞാൻ കുടിച്ചോളാം. നിന്റെ കൈ ഞാൻ വെട്ടും. എടാ മണിക്കൂട്ടാ, എനിക്ക് ഗ്യാസും കുന്തൊന്നും പറ്റത്തില്ല. പുറത്തൊരു അടുപ്പ് കൂട്ടിത്താ, ഞാൻ കഞ്ഞി വെച്ചു തരാം. ഏട്ടത്തി ഗ്യാസ് ഞാൻ കത്തിച്ചേരാം. ഒന്നോളെ ഇവിടേക്ക് വാച്ചാ. എന്നാടി? ഇങ്ങോട്ടേക്ക് വാച്ചാ. വിളിക്കുന്നു ചെല്ലാൻ. ഒരിക്കലും ഇല്ല. ഒന്നാളെ ഈ കാര്യത്തിൽ സ്വന്തം തന്ത പറഞ്ഞ അനുസരിക്കില്ല. പിന്നെ എന്താടി ശക്തി? ഇത് കണ്ടോ? മൂക്കറ്റം കള്ളു കുടിച്ച അപ്പൊ തുടങ്ങും മൈനേ മൈനേന്ന്. എന്താ മനുഷ്യന്റെ ഒരു കാര്യം? ഇത് എനിക്ക് ഉറക്കം വരത്തില്ല. വായെടുക്കാൻ പോണതായിരിക്കും. അണ്ണാ ഞാൻ കിടന്നാ പോരെ? അല്ല, ഞാനിവിടെ കിടന്നോളാം. അണ്ണനും കുടുംബവും പുറത്ത് കിടന്നാ പോരേന്ന്. സത്യം അണ്ണ, പല പല ദമ്പതിമാരും പതുപതുത്ത മെത്തകളിൽ ഇതുപോലെ കിടക്കുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതേവരെ ഇതിലൊന്ന് കിടക്കാൻ പറ്റിയിട്ടില്ല. അണ്ണൻ ചുമ്മാ നോക്കിയാണോ നടക്കണത്? എല്ലാ റൂമിലും നാട്ടിൽ കണ്ടുപോയത് തിരിച്ചു ചോദിക്കണം. ഏട്ടാ ഏട്ടാ, ഇവനെ ഇപ്പൊ പറഞ്ഞു വിട്ടാ നമ്മൾ ഇവിടെ ഉള്ള കാര്യം ഇവൻ പോയി പോലീസിനോട് പറയില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. നേരെ ഒന്ന് വെളുത്തോട്ടെണ്ണ. ഞാൻ വൈകുന്നേരം പൊക്കോളാം. നാളെ പൊക്കോളാം. മറ്റന്നാൾ മര്യാദക്കോ? ഞാൻ മര്യാദക്ക് നീ പോണ്ട. പിന്നെ എന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതിവിടെ നടക്കില്ല. വേണ്ട. എന്റെ കുളിക്കാട്ടി ഭഗവതിയാണ് സത്യം. ഇന്ന് മുതൽ ഞാൻ കുളിച്ചും കാണുകയില്ല, കുളിക്കുകയില്ല. അല്ലെങ്കിൽ അണ്ണന്റെ തല പൊട്ടിത്തെറിക്കട്ടെ. മുരുകണ്ണ, ഒരു പ്രശ്നമുണ്ട്. എന്താ? വണ്ടിയിലിരിക്കുന്ന മരുന്ന് ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഫാർമസിയിൽ എത്തിക്കണം. ഫാർമസി അതെവിടെയാണ്? ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. അണ്ണൻ ഒന്ന് വണ്ടി എടുക്കണം. അയ്യോ, ഞാൻ വണ്ടി എടുക്കൂല. അതെന്താ? വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച മയിൽ വാഹനം പിണങ്ങും. 1-2 തവണ പണി കിട്ടിയിട്ടുള്ള. നമുക്ക് നാളെ രാവിലെ പോവാം. അയ്യോ മുരുകേണ്ടത് പറ്റില്ല. രാത്രി തന്നെ ലോഡ് ഇറക്കണം. പകലാ പഠിച്ച് റിസ്കാ എന്ന് പറഞ്ഞാ എങ്ങനെ? ശരി, മുരുകണ്ണൻ വണ്ടിയുടെ താക്കോലിങ്ങതാ, ഞാൻ കൊണ്ടുപോകോളാം. അണ്ണാ, രാവിലെ മുറ്റത്ത് ലോറി ഉണ്ടാവും. വേറെ നിവൃത്തിയില്ലാത്തോണ്ട. പ്ലീസ് അണ്ണ, കൊടുക്കണ്ണ. എന്റെ മയിൽ വാഹനം അത് സൂക്ഷിച്ചോടിക്കണേ. ഇത് താക്കോലല്ല, എന്റെ ജീവനാ. സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചോടിക്കണേ. ഓക്കെ അണ്ണാ, താങ്ക്സ്. പേടിക്കണ്ട. ശംഖ് പറിച്ചുകൊണ്ട് പോകുന്നവനെ സഹിക്കാൻ പറ്റുന്നില്ല. ശശി ഒന്ന് ഒഴിയടാ. ബാക്കി ഇരുന്ന് ഞാനെടുത്ത് അടിച്ചായിരുന്നു. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയങ്ങ. രാവിലെ കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? ഞാൻ കുളിച്ചോളാം. കുളിക്കുമ്പം പറയണം നമ്മളൊരു പരോപകാരിയാണ്. സഹായം ആവശ്യമുള്ളപ്പോഴേ അറിയിക്കാം. ഉടമസ്ഥനില്ലാന്ന് തോന്നുന്നു. ജാനു എന്നാണോ പേര്? അല്ല, സുമതിനാ.
എന്താ കാര്യം? അല്ല സാധാരണ ഈ മുറ്റമടിച്ച് വാരുന്നവരുടെയൊക്കെ പേര് ജാനു എന്നാ. ഒന്ന് ചലക്കാതെ പോകുന്നുണ്ടോ? എന്താ അവിടെ? ഒന്നുമില്ലണ്ണ, അവൾ എന്നെ ഒന്ന് വളയ്ക്കാൻ ശ്രമിച്ചതാ. അവൾ എന്നെ ഒന്ന് വളയ്ക്കാൻ ശ്രമിച്ചതാ. ഞാൻ വഴങ്ങൂ? ഞാൻ എവിടെ കിടക്കുന്നു, ഒരു വേലക്കാരി എവിടെ കിടക്കുന്നു? പറഞ്ഞ പോലെ അവൾ എവിടെയാ കിടക്കുന്നത്? എന്റെ വണ്ടി വന്നില്ലല്ലോ. ഇതുവരെ വന്നില്ല. ഇനി വണ്ടി വല്ല ഇടിച്ച് കുക്കയിലേക്ക് മറിഞ്ഞ് കത്തി ചാമ്പലായി കാണും. ഒരു നോക്ക് വളച്ച്. ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ. മലരെ മയിൽ വാഹനം വന്നില്ല, എന്റെ ലോറി വന്നില്ല എന്ന് പറയായിരുന്നു. ലോറിയൊക്കെ വറൂടോ. അണ്ണാ, ഒരാളെ എണീക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന അവന്മാര് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. സഹായിച്ചൂടെ? നമുക്ക് പിടിച്ച് എണീപ്പിച്ചാലോ? കസർത്ത് ചെയ്യാടാ. എന്താ മുരുക, ഒന്ന് മുട്ടി നോക്കുന്നോ? വേണ്ട സാറേ, തോറ്റു. ഈ കാര്യത്തിൽ അണ്ണനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അണ്ണൻ പുലിയല്ലേ. എനിക്ക് പറ്റിയ പണി വല്ലതും ഉണ്ടോ തരാൻ? നേരം വെളുത്താ വെറുതെ ഇരുന്ന ശീലമില്ല. എനിക്കും വെറുതെ ഇരുന്നേ ശീലമുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഈ വണ്ടികളൊക്കെ ഒന്ന് കഴുകിടാം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എന്നാ പിന്നെ അണ്ണൻ ധൈര്യമായിട്ട് കഴിക്കോ. അഴുക്കുള്ള ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചു. വേഗം പോയി 2 കുറ്റി വെള്ളം എടുത്തോണ്ടോ. എന്താടാ, എന്താണ് പറ്റിയത്? ഡാഡി, ആകെ കുഴപ്പമായി. ഞങ്ങള് ഫാക്ടറിയുടെ അടുത്ത് എത്തിയതാ. അപ്പോഴാ 3-4 ജീപ്പ് വന്ന് വളഞ്ഞത്. ലോറി അവര് കൊണ്ടുപോയി. ശിവയെ കെട്ടിയിട്ടിരിക്കുക. ആരാ മേസ്തിരി അവര്? കളിച്ചത് കായ്ക്കാണ്. ഡിമാൻഡ് 1.5 കോടി. അത് കൊടുക്ക. നമ്മളെ മോനെ വെച്ചൊരു കളി വേണ്ട. നമ്മൾക്ക് വലുത് അവനല്ലേ. പിന്നെ ലോറിയിൽ മരുന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടില്ല. അതറിയണതിന് മുമ്പ് എന്താ പ്രശ്നം? ഒരു പഴയ കണക്കാണ്. തീർക്കണം. തീർക്കാണ്ട പറ്റില്ല. ഇതിപ്പോ മൂപ്പറ ചെക്കന്റെ കാര്യമായതുകൊണ്ട് ശ്രമിച്ചതാ. വെളുത്ത കുപ്പായിട്ട ഡാഡിയെ മാത്രമേ മുരുകന് കണ്ടിട്ടുള്ളൂ. ഡാഡി കറുത്ത കുപ്പായിട്ടാള് കാലന്റെ വറവ. അവസാനം കണ്ടേ മടങ്ങൂ. കൊണ്ട് കൊടുക്ക്. ഡാഡിക്ക് മേടിച്ച ശീലമുള്ളൂ. കൊടുത്തില്ല. ഇത് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. ചെല്ല്. എന്റെ ചെറുക്കന്റെ ദേഹത്ത് ഒരു പിടി മണ്ണ് വീഴരുത്. എന്റെ മയിൽ വാഹനം. അതല്ലേ പറഞ്ഞത്. നിന്റെ ലോറി നമ്മളെ ചെക്കനെ അവർ പിടിച്ചു വെച്ചിരിക്കാണ്. ഭദ്ര, വണ്ടിയുടെ നീയും വാ. അതെ, ഞാനും വരുന്നു. അല്ല, എന്റെ മയിൽ വാഹനം. ഇനി വണ്ടി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുമോ? ഈയല്ലേ പറഞ്ഞത് ഡാഡി കായ് തരൂലാന്ന്. ഇപ്പൊ എന്തായി? കായ്ക്കരിക്കണത് കായ് വന്ന കണ്ടറിയേ. മേശരേ, ഈ പോയി എന്റെ ഡാഡി ഗിരിജയോട് പറഞ്ഞേക്കും ഈ കായ്ക്കാന്റെ ചങ്കുറ്റളക്കുള്ള കോലൊന്നും ഓന്റെ ഇല്ലാന്ന്. അല്ല, ഓനതറിയാം. നമ്മളെ പഴയ ദോസ്തുക്കളല്ലേ. ഓന്റെ ഇന്ന് കായ് മേടിച്ചോളി. സുക്കുറേ, ഓനെ ഇനി കൂട്ടിക്കോളി. ഓനെ കൊണ്ടോടെ ഇങ്ങോട്ട്. ആ കെട്ടേച്ച് വിട്ടോളി. പോടാ പോടാ. സുലൈമാനി തരായിരുന്നു, പക്ഷേങ്കിലേ പഞ്ചാരയില്ല. നിങ്ങൾ വിട്ടോളി. അതെ, വണ്ടിയിൽ താക്കോലില്ല. ഇല്ല, വണ്ടിയിൽ താക്കോലില്ല. താക്കോല് നമ്മുടെ പോക്കറ്റിലാണല്ലേ. അതെങ്കിൽ തന്നാല്. ഇല്ല, തരില്ല. നിങ്ങളെ ഡാഡി ഞമ്മളെ ബഷീറിന്റെ നെഞ്ചിലിട്ട് ചവിട്ടൗട്ടില്ലേ, അത് ഞമ്മക്ക് വെറുത്ത് ഫീൽ ചെയ്തു. അതിന്റെ പലിശയായിട്ട് ആ ലോറി നമ്മൾ വരവ് വെച്ചിരിക്കും. അയ്യോ, അത് പറ്റില്ല. ഈ ലോറി എന്റെ
ചവിട്ടിയതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എന്റെ നെഞ്ചെ ചവിട്ടിക്കോ. എന്നിട്ട് താക്കോലിങ്ങതാ. എന്തേ ഈ ലോറിയും കൊണ്ടേ പോവുള്ളൂ? പിന്നല്ലാതെ എന്റെ ലോറി എനിക്ക് വേണം. മോനെ ചക്കരെ, ഇത് കണ്ട സുള്ളിയത്തിന് വലിയ കയർത്തിറക്കിയ മുറ്റ് നായ്ക്കളാ. ആ കയറുമ്പിലെ പിടിയൊന്ന് വീട്ടാണ്ടല്ലോ ഓലെന്റെ നെഞ്ഞത്ത് കയറി തെപ്പൂട്ട് നടത്തും. ചെല്ലക്കാണ്ട വിട്ടോ ചെയ്. എന്റെ ലോറി കിട്ടിയാലേ ഞാൻ പോവും. മക്കളെ ഓരെന്താണെന്ന് വെച്ചാ കൊടുത്തോളി. സുക്കുറെ നോക്കി നിൽക്കാണ്ട് പൊളിച്ച് കീഴോവനെ. മുരുക, നീ കാത്തത് എന്റെ അഭിമാന. മിടുക്കൻ, മിടുമിടുക്കൻ. താടി ഒരാളുടെ തോളിൽ കൈവച്ച് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അത് ചരിത്രം അറിയോ? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. അതെ, ഈ ചരിത്രവും ചാരിത്രവും ഒന്നാണ്. നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ഈശ്വരന് പ്രസാദിച്ചാന്ന് കരുതിയാ മതി മുരുക. ചോദിച്ചോ നീ. ഞാൻ ചോദിച്ചാ മതിയോ? അല്ലെ വീട് തീരെഴുതി തരുമെന്ന് ചോദിക്കാനാ? കിട്ടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ വിപ്പിക്കാലോ. ചോദിക്കും മുരുകണ്ണ. ചോദിക്കട്ടെ? ചോദിച്ചോ. ചോദിക്കും. ചോദിക്കല്ലേ? ചോദിക്കും. എന്റെ അനിയൻ മണിക്കുട്ടിനൊരു ജോലി കൊടുക്കൂ. കുഴപ്പമായോ? അവനോട് നാളെ നമ്മുടെ ഫാർമസിയിൽ ജോയിൻ ചെയ്തോളാൻ പറ. സത്യം? മാസം 40,000 രൂപ ശമ്പളം. എന്താ പോരെ? പോരെന്നോ? ഞാൻ എന്താ പറയാ? സാറിനെ ദൈവം അനുഗ്രഹിക്കും. മണിക്കുട്ടന് ജോലി, 40,000 രൂപ ശമ്പളം. അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു തീരുന്നത് പോലെ. എനിക്കറിയത്തില്ല, എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തിന്? കാട്ടുമാക്കാന്റെ രൂപവും പ്രകൃതവും ആണെങ്കിലും അയാൾ നല്ല മനുഷ്യനാ. ആ പേരിന് തന്നെ ഉണ്ടൊരു വലിപ്പം. ഡാഡി ഗിരിജ. പുള്ളിക്കാരന് ഞാനെന്ന് പറഞ്ഞാൽ ജീവനാടി. ആവശ്യത്തിലേറെ സ്നേഹിക്കുന്നവരെയും ആവശ്യം വരുമ്പോ സ്നേഹിക്കുന്നവരെയും സൂക്ഷിക്കണം. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കണേ. കാട്ടി ജനിച്ച് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, നിങ്ങളെ പിന്നെ സിറ്റിയുടെ നടുക്കാണല്ലോ പെറ്റിട്ടത്. നീ എന്നോടൊന്നും മിണ്ടണ്ട. നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ഓ ഓ എലിമുരുകൻ. ഓ എലിമുരുകൻ നിന്റെ മറ്റവൻ. എനിക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന വിചാരം. ഞാൻ പിന്നെ പൊട്ടിയാണല്ലോ. പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇപ്പോഴല്ലേ എനിക്കെല്ലാം മനസ്സിലായത്. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ. എന്നെ പറഞ്ഞു പഠിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എനിക്ക് മനുഷ്യരുണ്ട്. ഈ നാട്ടിൽ തന്നെ വരാനും അയൽവക്കത്ത് തന്നെ വീട് കണ്ടുപിടിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? എന്താ എന്താ കാര്യം? ഒരു പൊടിയില്ല മോളെ. അയ്യോ, എന്റെ അമ്മയുടെ എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ വിശ്വസിച്ച് കൂടെ ആരോടെ ഈ പറയുന്നേ? എന്താടാ കാര്യം? എനിക്കിവിടെ ഒരു കട്ടനെടുക്ക. കട്ടനുമില്ല, ഒരു കിട്ടനുമില്ല. ഇതെന്ത് കഷ്ടോ? എന്ത് പറ്റി നിനക്ക്? പറ്റിയത് എനിക്ക് തന്നെ. നിങ്ങളുടെ കൂടെ പൊറുക്കാൻ തീരുമാനിച്ചില്ലേ?
അപ്പൊ പറ്റിയ അബദ്ധം. ഒന്ന് തെളിച്ചു പറയണേ. ഞാൻ പറയാം. നമ്മുടെ അയൽവക്കത്താണ് പ്രശ്നം. ഇന്നലെ രാത്രി അവിടുത്തെ കുളിമുറിയിൽ അവിചാരിതമായി ഞാനൊരു വെളിച്ചം കണ്ടു. ആ സമയത്ത് കുളിമുറിയിൽ എന്തിനാ ലൈറ്റ് ഇട്ടിരിക്കുന്നത്? വൈദ്യുതി അമൂല്യമല്ലേ? അത് ഓർത്തപ്പോ എനിക്കൊരു ആകാംക്ഷ. കാര്യം എന്തെന്നറിയാൻ ഞാൻ വെറുതെ ഒന്ന് ഒളിഞ്ഞു നോക്കി. ഞാൻ ഞെട്ടിപ്പോയില്ലേ. ആരാ അതിനകത്ത്? ആരായിരിക്കും? ആരാന്ന് പറയടാ. അണ്ണന് വളരെ വേണ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ. ആരാണെന്ന് ആളെ കാണിച്ചു തന്നാൽ അണ്ണന്റെ ഈ കവിളിൽ എനിക്കൊരു മുത്തം തരും. അണ്ണൻ വാ, ചേച്ചിയും വാ. അണ്ണൻ ആളെ കണ്ടു കഴിഞ്ഞാൽ അണ്ണനും ചേച്ചിയും കൂടെ എനിക്കൊരു മുത്തം തരും. അത്രയ്ക്ക് ഇഷ്ടമാവും. ജൂജു എലയല്ല, ജൂലി. പിന്നെ 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 പറയാം. മൈനെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? അവളെന്താ ഇവിടെ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അവൾ എന്താ ഇവിടെ? എനിക്കറിയില്ല. ഒന്നും അറിയില്ല അല്ലേ? രണ്ടുപേരും കൂടി ഒത്തു കളിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ. മാറി നിൽക്കണം അങ്ങോട്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ശരിക്കും അവിഹിതം ഉണ്ടല്ലേ? മുത്തം ചോദിച്ചതാ മുതക്ക് കിട്ടി. നിനക്ക് പണിക്ക് പോകാനല്ലേ? നിനക്ക് കുളിക്കൊന്നും വേണ്ട. കയറിപ്പെടാത്ത ഏട്ടൻ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്ന? ഞാൻ എന്തായിട്ട് കേട്ടാ? വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യം. ഞാൻ ജപിച്ച് ഇനി കുളിച്ചാ മതി. ശിവ അകത്തുണ്ട്. വാ ഏട്ടാ. Okay, carry on. Hello, welcome. Sir, Mr. Manikuttan, our new marketing manager, and his brother, Mr. Murugan. ഇദ്ദേഹം ഡോക്ടർ സുബ്രഹ്മണ്യം, നമ്മുടെ സയന്റിസ്റ്റാ. ഓ, എന്ന് വെച്ചാ ശാസ്ത്രജ്ഞൻ. 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 ഈ ശാസ്ത്രജ്ഞൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഈ ശാസ്ത്രജ്ഞനാണോ കഞ്ചാവിൽ നിന്ന് ക്യാൻസറിനുള്ള മരുന്ന്? പതുക്കെ. കഞ്ചാവ് ഉറക്കെ പറയാൻ പാടില്ല. ഓ, എന്നാലും എന്റെ ശാസ്ത്രജ്ഞ തലം നിറച്ചും ബുദ്ധിയാണല്ലേ. അതാണ് മുടി മുഴുവൻ വെളുത്തിരിക്കുന്നത്. മണിക്കുട്ട, നിന്റെ ക്യാബിൻ അവിടെയാണ്. ജോ. യെസ് സർ. പ്ലീസ് ടേക്ക് ഇറ്റ്. സർ. ചെല്ല് സർ, പ്ലീസ്. വാ ഏട്ടാ. മണിക്കുട്ട, ഇതാണ് നിന്റെ മുറി. ആ ഏട്ടാ. മണിക്കുട്ടൻ. ഏട്ടാ, അത് ഈ മാർക്കറ്റിംഗ് മാനേജർ. ഞാൻ വിചാരിച്ചു മണിക്കുട്ടൻ എന്നായിരിക്കുന്നു. നീ ആ കറങ്ങുന്ന കസേരയിൽ നിന്നിരിക്കെ ഏട്ടൻ ഒന്ന് കാണട്ടെ. ഏട്ടാ, എന്താടാ? എന്നെ അനുഗ്രഹിക്കാൻ അച്ഛനും അമ്മയ്ക്കായിട്ട് ഏട്ടൻ മാത്രല്ലേ ഉള്ളൂ. നീ അവിടെ ചെന്നിരിക്കെ. ഞാൻ ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഡാഡി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അകത്തുണ്ട്, വാ. മടിക്കേരി ചന്ദന ഫാക്ടറിയിലെത്താൻ ഇനി കരമാർഗം മാത്രമേ വഴിയുള്ളൂ. കാട് മുഴുവൻ ഫോറസ്റ്റുകാർ വളഞ്ഞിരിക്കുക. തടി ചെക്ക് പോസ്റ്റ് അടുത്ത് ഇനി എന്താണ് ഒരു വഴി? ഇന്നെന്താ ദിവസം? പൈതൽമലയ്ക്ക് പൊന്നും കുരിശുമായി നേർച്ച പോകുന്നവരെ കണ്ടില്ലേ? ഇന്ന് ദുഃഖവെള്ളിയാ. പിന്നെന്തിനാ പേടിക്കുന്നത്? എല്ലാം പൊന്നിൻ കുരിശ് മുത്തപ്പൻ കാത്തോളൂ. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശ് മുത്തപ്പോ. പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശ് മുത്തപ്പോ. സാറേ, ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരെ ഈ വഴിയെ പോയായിരുന്നു. അവർക്ക് വഴിയൊന്നും തെറ്റിയില്ല. അവരിപ്പോ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഒരു 100 രൂപ ഇട്ടാ സാറേ. മുത്തപ്പനുള്ളതല്ലേ? അല്ല, ചെയ്ത തെറ്റ് വല്ലതുണ്ട് പുറത്തോളും. അല്ല, അങ്ങനെ വല്ല ഉണ്ടെങ്കിലേ.
500 രൂപ അപ്പൊ കൊറേ ഉണ്ടല്ലോ സാറേ. തുറന്നു കൊടുക്കണോ? കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം അവന്റെ ഒരു നേർച്ചപ്പണം ഞെറുപ്പിച്ചില്ലേ? ചന്ദനമരം മരക്കവാളിന് മുറിച്ച് മരക്കുരിശാക്കി ടാറടിച്ച് കളർ മാറ്റി മണം പുറത്തു വരാതിരിക്കാൻ വേണ്ടി പുൽത്തൈലം. എന്റെ പൊന്നോ ഡാഡി, ഇവനെ വിട്ട് കളയരുത്. ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. 1,00,000 ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ചുമ്മാ കളിയാക്കല്ലേ സാറേ. മുരുക, പനത്തടി റേഞ്ചിൽ ഉൾക്കാട് കഴിഞ്ഞാൽ പിന്നെ കർണാടക. അവിടെ രാമയ്യയുടെ കുറച്ച് മരുന്നിരിപ്പുണ്ട്, വെട്ടി ഉണങ്ങിയത്. അത് നമ്മുടെ ഫാക്ടറിയിൽ എത്തിക്കണം, ഉടനെ വേണം. അപ്പൊ ഗുഡ് നൈറ്റ്. മൈന ഇല്ലേ അകത്ത്? മൈന ഇല്ലേ അകത്തെന്ന്? ഞാനല്ലേ മൈന. നീ എന്താ ഈ കൊലത്തില്? ഈ തിളക്കം കണ്ടപ്പോ അണ്ണൻ കരുതി അപ്പുറത്തെ വീട്ടിലെ ജൂലി ചേച്ചി ആയിരിക്കും. അതെ, ഞാനൊന്ന് പുകഴ്ത്തി പറഞ്ഞു. ഷക്കി മോൾക്ക് പുതിയ ഉടുപ്പും പാവയൊക്കെ ആര് മേടിച്ചു തന്നു? ജൂലി ചേച്ചി ആയിരിക്കും. ആ കൊച്ചച്ഛനാ. ആ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. എന്നെ ഏൽപ്പിച്ചേക്ക്. ഏട്ടനും മുണ്ട് ഷർട്ടും. നോക്ക് മണി, എനിക്ക് മുണ്ട് മൈന മാമ, ദേ മാമന്റെ ഷർട്ടിന്റെ തുണിയാ. മാമന് മറ്റേ റെഡിമെയ്ഡ് ഒന്നും കിട്ടിയില്ല. അമ്മായിക്കും പിള്ളേർക്കും ഉള്ളതെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. ഹലോ, എനിക്കൊന്നും വാങ്ങിയില്ലേ? കൊള്ളാം, നിനക്ക് വാങ്ങാണ്ടിരിക്കോ? ഇതെന്താ കോട്ടറോ? കൊള്ളാലോ. അത് കുടിക്കല്ലേ, അത് ബോഡി സ്പ്രേയാ. ഓ, വിദേശ മദ്യ? വാസന തൈലം. ദാ നോക്ക്. ഓ, അത് ശരി. ഇപ്പൊ കുടിച്ചിരുന്ന വയറ് മുഴുവൻ മണത്തേനെ. ഇങ്ങോട്ട് മാറിയെന്നെ. കാട്ടിലെ മണമൊക്കെ ഒന്ന് പോട്ടെന്നെ. മാമാ ഞങ്ങളുടെ പിണകമൊക്കെ മാറിക്കളി. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല വൃത്തിഹീനമായ വേഷം. എന്റെ അണ്ണൻ ആ പഴയ കാട്ടുമൃഗത്തിന്റെ വേഷം തന്നെ നല്ലത്. എന്താ മാമാ? ഞാനങ്ങ് നാട്ടിലേക്ക് പോയിക്കോട്ടെ. എന്താ മാമാ പെട്ടെന്ന്? ആ പറട്ട തലയുടെ തെറി കേൾക്കാതെ മാമന് ഉറക്കം വരുന്നില്ലേ? അതൊന്നും അല്ലടാ, പിള്ളേരെ കാണണം. പിള്ളേരെ കാണാനാണോ അതോ പിള്ളേരുടെ എണ്ണം കൂട്ടാനാണോ? നിനക്ക് തോന്നുന്നില്ലേ നാട്ടിലേക്ക് വരണം? പിന്നല്ലാതെ. എത്രയൊക്കെ ആയാലും നമ്മുടെയൊക്കെ മണ്ണ് അവിടെ അല്ലേ മാമ? പിന്നെ ഈ കേസും പ്രശ്നമൊക്കെ തീരാതെ എങ്ങനെ? ഡാഡി പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രശ്നവും തീർത്തരാമെന്ന്. മണിക്കൂട്ടം നിക്കണ്ട, ജോലിക്കാരണ്ടല്ലേ. മാമ ബസ് കയറി പോയി. മുരുകനില്ലാത്ത പുലിയൂരിൽ വരയം പുലി ഇറങ്ങിയാൽ ആര് രക്ഷിക്കാൻ? എത്ര മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടത്. ഒടുവിൽ സർക്കാർ ഉത്തരവുമായി പുലിയെ വീഴ്ത്താൻ റേഞ്ചർ ഇറങ്ങിയതാ. സാർ, മുരുകൻ കൂടെ വന്നിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ഒരു ധൈര്യത്തിന്. സർക്കാർ ഈ തോക്കുന്നത് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതേ മുരുകനെ കൊണ്ടുണ്ടാക്കാനല്ല. ഇതിന് ഞാൻ മതി. പോയി നോക്കണോ?
കുഞ്ഞു കുട്ടികളടക്കം പുലിയൂരിന് ഇപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, മുരുകൻ എവിടെയാ ഉള്ളത്? എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്കറിയില്ല, ഒരു വിവരമില്ല. അവൻ വരും. പുലിയൂരിന്റെ നെഞ്ചു പിടഞ്ഞ അത് മുരുകൻ അറിയും. മുരുക, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിനക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞ അതെന്റെയും കൂടി പ്രശ്നം. എവിടെയുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും മണിക്കുട്ടനെ. മഞ്ചേശ്വരം മുതൽ ബന്തെടുക്ക വരെ ഒരു ടീമിനും ഇങ്ങനൊരു കാര്യം അറിയില്ല. ഇനി മംഗലാപുരത്തുനിന്ന് വർത്തമാറാറെങ്കിലും. ഡാഡി, ചെർക്കളത്ത് മുള്ളേരി റൂട്ടിലുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിലേക്ക് മണിക്കുട്ടനെ കൊണ്ടുപോയിട്ടുള്ളത്. ലോഡ് ഇറക്കാൻ പോയിട്ടുള്ള പണിക്കാർ കണ്ടു. അപ്പൊ അവൻ തന്നെ, ചെർക്കളം ഖാദർ. കായിക്കാണ് മണിക്കുട്ടനെ പൊക്കിയതെങ്കിൽ അത് മുരുകനുള്ള പണിയായിരിക്കും. അവന്റെ കോട്ടയിൽ കയറി തല്ലിയതിന്റെ പക. മേസ്തരി, നമ്മുടെ മുഴുവൻ ആളുകളെയും കൂട്ടിക്കോ. ഇരുട്ട് മുമ്പ് എനിക്ക് മണിക്കുട്ടനെ കാണണം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അവർക്ക് വേണ്ടത് തന്നെയല്ലേ. എനിക്ക് ആ സ്ഥലം പറഞ്ഞു തന്നാൽ മതി. വാ മുരുക, വാ. ഞങ്ങള് തന്റെ അനിയൻ ഈ മണിക്കുട്ടനെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യായിരുന്നു. അവനെ വെറുതെ വിട്ടേക്ക്. സാറിന് വേണ്ടത് തന്നെയല്ലേ. അതെ, ഫോറസ്റ്റ് ഓഫീസേഴ്സും ഞാൻ ഉൾപ്പെടെയുള്ള സകല പോലീസുകാരും നോക്കി നിൽക്കെ കഞ്ചാവ് കയറ്റിയ ലോറിയുമായി കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കളഞ്ഞ പുലിയൂർ വീരനല്ലേ. ഇരിക്കും മുരുക, ഇരിക്കടോ. മുരുകൻ ഈ പരാക്രമങ്ങളൊക്കെ ചെയ്തത് ഇവന് വേണ്ടി മാത്രമല്ലേ. പിന്നെ ഞാൻ എങ്ങനെ ഇവനെ വെറുതെ വിടും? വെള്ളം കുടിക്കും. മണിക്കുട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനൊന്നും അറിയില്ല. അവനൊന്നും അറിയില്ല, അത് ശരിയാ. തനിക്കോ? താനിപ്പോ എന്ത് ചെയ്യാനും തയ്യാറായി ജീവന് തുല്യം സ്നേഹിക്കുന്ന ഡാഡി ഗിരിജയില്ലേ, അയാളെ കുറിച്ച് മുരുകൻ എന്തറിയാം? കഴിഞ്ഞ 14 മാസമായി ഞാൻ ഇയാളുടെ പിന്നാലെയുള്ള ഓട്ടം തുടങ്ങിയിട്ട്. മംഗലാപുരത്ത് ഗുണ്ടാപിരിവും കൂലിത്തലുമായി വളർന്ന ഡാഡി ഒരു സുപ്രഭാതത്തിൽ മഞ്ചേശ്വരം കടന്ന് സീതാഗോളിൽ ചൂടുറപ്പിച്ചത് എന്ത് ബിസിനസ്സുമായിട്ടാണെന്ന് മുരുകൻ അറിയാമോ? ആയുർവേദ ഫാക്ടറിയുടെ മറവിൽ കഞ്ചാവ് വാറ്റിയെടുത്ത് മയക്കുമരുന്ന് നിർമ്മാണം. നല്ല ഒന്നാന്തരം ഹാഷ് ഓയിൽ. ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പേരിൽ മയക്കുമരുന്നുകൾ കടത്തി മംഗലാപുരവും ഗോവയൊക്കെ കടന്ന് വിദേശ മാർക്കറ്റുകൾ വരെ കീഴടക്കി ഗിരിജ ഫാർമസ്യൂട്ടിക്കൽസ്. ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ് മുരുകന്റെ അനിയൻ ഈ മണിക്കുട്ടൻ. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാനെന്നാ ഞങ്ങളോട് പറഞ്ഞേ. ക്യാൻസറിനുള്ള മരുന്നോ? ആണോ? അതെ. MBA പഠിച്ച മണിക്കുട്ടനെ വരെ ഇങ്ങനെ ഒരു പൊട്ടക്കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഞാനന്ന് പുലിയൂർ കാട്ടിലെത്തിയത് റേഞ്ചറെ തല്ലിയ കേസിൽ മുരുകനെ അറസ്റ്റ് ചെയ്യാനാണെന്ന് മുരുകൻ വിശ്വസിച്ചു. അവര് വിശ്വസിപ്പിച്ചു. അത് അവരുടെ തന്ത്രം, ചതി. സത്യത്തിൽ ഞാനന്ന് എത്തിയത് ഒരു കഞ്ചാവ് ലോബിക്ക് പിന്നാലെയായിരുന്നു, മുരുകനെ തേടിയല്ല. ഞാൻ ഇപ്പോ ഈ കേസ് ഫയൽ ചെയ്താൽ ജാമ്യം പോലും കിട്ടില്ല മുരുകനും അനിയനും. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പകരം നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഈ ആയുർവേദ ഫാക്ടറിയുടെ മറവിൽ ഡാഡി ഗിരിജ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മയക്കുമരുന്നുകൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അറസ്റ്റ് ചെയ്യുമ്പോൾ അത് മുഴുവൻ തെളിവോടെ വേണ്ടേ? അതിന് അയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മയക്കുമരുന്നുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അത് മുരുകൻ വിചാരിച്ചാലേ സാധിക്കും. ഈ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ FIR-ൽ ഈ 2 പേരുകൾ ഉണ്ടാവില്ല. നമ്മൾക്ക് തെറ്റിയതാ. മണിക്കുട്ടനെ പൊക്കിയത് കായ്ക്കേണ്ട ആൾക്കാരെയല്ല, പോലീസാ. പോലീസുകാർക്ക് നല്ല തല്ലു കൊടുത്തിട്ട് മുറുക അനിയനെ രസിച്ചോണ്ട് പോന്നു. ഞാൻ അന്വേഷിച്ചു. ജനറൽ ഹോസ്പിറ്റലില് 2 പോലീസുകാർ അഡ്മിറ്റ് ഉണ്ട്. മുരുകൻ തായുണ്ട് ആ ചെക്കനായിട്ട്. എന്താ മുരുക, എന്താ ഉണ്ടായത്? ഞാൻ അവിടെ ചെന്നപ്പോൾ മൊത്തം പോലീസായിരുന്നു. എന്തൊക്കെ പിച്ചും പേയും പറഞ്ഞിട്ട് ഇവനെ എടുത്തിട്ട് തല്ലുന്നു. നമ്മുടെ ഫാക്ടറിയിൽ മരുന്നല്ല, കഞ്ചാവ് വാറ്റിയ എന്തോ സാധനമാണ് ഉണ്ടാക്കുന്നതെന്ന്. എന്താണ് അതിന്റെ പേര്? ഹാഷ് ഓയിൽ.
അല്ല ക്യാൻസറിനുള്ള മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവര് സമ്മതിക്കണ്ടേ. പിന്നെ ഞാൻ എല്ലാവരെയും എടുത്തിട്ട് പെരുക്കി ചെക്കനെ കൊണ്ടിങ്ങി പോന്നു. കുഴപ്പമാവോ സാറേ? ഇല്ല, നിങ്ങൾ ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. വാടാ. ഡാഡി എന്തായി പറയുന്നേ? നിക്കണ നിപ്പിൽ സാധനങ്ങൾ മാറ്റം പറഞ്ഞാൽ എങ്ങോട്ട് മാറ്റും? മരുന്നിരിക്കുന്ന സ്ഥലം പോലീസിന് ഇനിയും മനസ്സിലായിട്ടില്ല. അതറിയാമായിരുന്നെങ്കിൽ മണിക്കുട്ടന്റെ മുന്നിലല്ല, ഇവിടെ ഈ വീട്ടുമുറ്റത്ത് വന്നു നിന്നേനെ പോലീസ്. ചരക്ക് ഫാക്ടറിയിൽ സൂക്ഷിക്കാതിരുന്ന നന്നായി, പക്ഷേ ഇനി നമ്മുടെ കൈവശം വയ്ക്കുന്നത് അപകടമാണ്. സായിപ്പുമായി ഞാൻ സംസാരിച്ചു. ഗോവയിൽ നിന്ന് നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവർ മംഗലാപുരത്തെത്തും. അതിനു മുമ്പ് മരുന്ന് നമ്മൾ മംഗലാപുരത്ത് എത്തിക്കണം. മുരുകന്റെ ലോറിയിൽ കൊടുത്തുവിട്ടാൽ മതി. നീ കൂടെ പോകരുത്. കൂട്ടത്തിൽ എവിടെയോ ഒരു ചതി മണക്കുന്നുണ്ട്. മുരുകൻ ഒന്നും അറിയാതെ നോക്കണം. ഒരവസരം കൂടി തരാം നിനക്ക്. ആ വിഷ്വൽസ് നീ ആർക്കാ അയച്ചത്? മേസ്ത്രി എവിടെ? മുകളിലുണ്ട്. മണിക്കുട്ട, എടാ ശിവ, എന്താടാ ഇത്? ചതി. ഈ കച്ചവടത്തിൽ അതിന് മാത്രം മാപ്പില്ല. എന്ത് ചതി? എന്റെ ഫ്രണ്ടാടാ ഇവൻ. എങ്കിൽ നീ തന്നെ ചോദിക്ക്, ഷൂട്ട് ചെയ്ത വിഷ്വൽസ് അവൻ ആർക്കാ അയച്ചെന്ന്. ഞാൻ പറയില്ലടാ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. ശിവ വേണ്ട, ഞാൻ പറഞ്ഞിട്ടാ മണിക്കുട്ട ഇതിൽ പെട്ടത്. ആ മുറുക ഇരിക്കേ. ലോറി താഴെ കയറ്റിയിട്ടിട്ടുണ്ട്. മുറുകന്റെ ലോറിയിലെ ആയുർവേദ മരുന്നുകൾ നിറച്ച പാക്കറ്റുകൾ ഉടനെ ലോഡ് ചെയ്യും. അത് മംഗലാപുരത്ത് എത്തിക്കണം. നമ്മൾ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവും. ഇത് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, ഇത് സെയിൽസിന്റെ പേപ്പർ. രണ്ടും ചെക്ക് പോസ്റ്റിൽ കാണിച്ചാലും മതി. ഓ ശിവ, നമ്മളെ കൂട്ടത്തിൽ ഒരുത്ത ഒട്ടിയോന്നൊരു സംശയം. ശിവ അവനെ കുടഞ്ഞുകൊണ്ടിരിക്കാണ്. ഇപ്പം വരൂ.
Drop your gun down. സർ സർ ഞാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പെട്ടെന്ന് പുലിയൂർക്ക് രക്ഷപ്പെട്ടോ. എന്തായി? പുലി മുരുകൻ. ഞാൻ അറിഞ്ഞു. എനിക്കറിയേണ്ടതല്ല. അവൻ തീർച്ചെത്തട്ടെ ഡാഡി. ഡാഡിയുടെ മുന്നിലിട്ട് ഞാൻ അവനെ തീർത്തു തരും. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടുന്ന് എന്തിനാ എന്നെ പറഞ്ഞയച്ച്? ഈ കാട്ടിൽ എന്റെ ജീവൻ അപായപ്പെടുമെന്ന് കരുതിയാണോ? എനിക്കിപ്പോ അറിയാം മാമ, കാട്ടിലെ മൃഗങ്ങളല്ല, നാട്ടിലെ മനുഷ്യരാണ് കൂടുതൽ അപകടകാരികളായ ശത്രു. കാട്ടിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം. പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം. അവർ നമ്മളെ സ്നേഹിക്കും, ഒരുപാട് മോഹിപ്പിക്കും. പക്ഷെ മുന്നിൽ നിന്ന് സ്നേഹിക്കുമ്പോൾ പിന്നിൽ ചതിയുടെ കെണിയുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയല്ലോ മൈനെ ഒന്നും അറിയണ്ട. മണിക്കുട്ടനെന്തോ ജീപ്പ് അപകടം പറ്റിയെന്ന് അവള് കരുതിയിരിക്കുന്നത്. എന്റെ മുരുക, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? നാട്ടില് പിന്നെയും പുലിയിറങ്ങി. ഒരു മാസത്തിനുള്ളിൽ 7 പേരുടെ ജീവനാ വരമ്പുലി കൊണ്ടുപോയത്. നിന്നെ ഒരുപാട് തെരഞ്ഞു. നീ എവിടെയാന്നറിയാതെ എങ്ങനെ അറിയിക്കാനാ? എന്റെ പേരക്കുട്ടി മുത്തുമണി കണ്ടു കൊതി തീർന്നില്ല. ഇന്നലെ രാത്രി അവളെ കൊണ്ടുപോയി പോയ
കാട്ടി പുലി ഇറങ്ങിയെന്നറിഞ്ഞ പിന്നെ നിനക്ക് അവിടെ മനസ്സമാനം ഉണ്ടാവില്ല. അതാ നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? വീണ്ടും പുലിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചാണോ? നോക്ക, എനിക്കും എന്റെ മോക്കും നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. പറയുന്നത് കേക്ക്. നിനക്ക് എങ്ങനാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ചക്കിയുടെ പ്രായമുള്ളൂ മൂപ്പം കടുത്തയുടെ പേരക്കുട്ടിക്ക്. നമ്മുടെ മോക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ സഹിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ശശിയെ പുലി പിടിച്ചടാ. തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. മുരുക, എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് മുരുക, വരയമ്പുലിയെ വീഴ്ത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ തോക്ക് പോരാ. ശരിയാ സാറേ, അതിന് ഈ തോക്ക് പോരാ. പുലിയെ വീഴ്ത്തണമെങ്കിൽ കാടറിയണം, കാൽപ്പാടുകൾ നോക്കി പുലിയുടെ ദിക്കറിയണം, കാതുകൂർപ്പിച്ചാൽ പുലിയുടെ ദൂരം അളക്കണം. പുലിയൂരിൽ അതിനാണായി പിറന്ന ഒരുത്തനേ ഉള്ളൂ, എന്റെ ഈ മുരുകൻ. എനിക്കിപ്പോ അറിയാം മുരുക, ഇവരൊക്കെ എന്തുകൊണ്ടാണ് മുരുകനെ ഇത്രത്തോളം ആരാധിക്കുന്നതെന്ന്. പുലിയെ കൊല്ലാൻ വേട്ടക്കാരന് പെർമിഷൻ കൊടുത്തുകൊണ്ടുള്ള PCCFന്റെ ഓർഡർ ഇത്. ഈ നാട് നീ രക്ഷിക്കണം, നിനക്കേ അത് പറ്റൂ. ആരാ? ഡാഡി ഗിരിജ. മുരുകണ്ണൻ എന്തോ അപകടം ഉണ്ടെന്ന് പറഞ്ഞ ഞങ്ങളെ അവര് വിളിച്ചോണ്ട് പോയത്. വെറുതെ കുഴപ്പിക്കാതെ കാര്യം പറയണ ചെമ്പ, എന്താ പ്രശ്നം? അതെനിക്കറിയില്ല. ബൽരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു രാമയ്യ. ബലരാമൻ, മുരുകന്റെ ശക്തി സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോ ബലരാമ. നിന്നെ ഞാനിങ്ങ എടുക്ക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അവനുള്ള ക്ഷണക്കത്താ നീ ദൂതൻ. ദാ ഇവനും. മൂപ്പം പറഞ്ഞതാണ് ശരി. ശത്രു അത് പുലിയായ
എനിക്കറിയാം മുരുക. മുരുകൻ വേട്ടയ്ക്കിറങ്ങുന്നത് വേണ്ടപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളുടെ മകനെ കൊന്നത് ഞാനല്ല, അവനത് സ്വയം വരുത്തി വെച്ചതാണ്. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ? അതിന്റെ വേദന അത് നീയും അറിയണം മുരുക.